മോർണിംഗ് ഗായ്സ്. അപ്പോൾ രാവിലെയായി, ഞാൻ നല്ലൊരു ഉറക്കം പാസ്സാക്കി. ഇനിയിപ്പോൾ നമ്മൾ സേലം സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഉണ്ട് ചെന്നൈയിലെത്താൻ. അപ്പോൾ ബാക്കി എല്ലാവരും ഉറക്കമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നുമില്ല. രാവിലെ ഇപ്പം എണീറ്റേ ഉള്ളൂ. ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ക്രീം ബന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ വീണ്ടും കിടന്നുറങ്ങി. ഞാൻ വലിയ പല്ലൊക്കെ കഴിച്ചാണ് എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങി. ഇപ്പോൾ വീണ്ടും എണീറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം 11 മണിയായി. നല്ല ഡിലേ ആണ്. ട്രെയിൻ ഇപ്പോൾ 12 മണിയല്ലെന്ന് പറഞ്ഞു. എങ്ങനെ പോയാലും 1:30 കഴിയും. കുറേ എടുത്ത് പിടിച്ചിട്ട് വണ്ടി. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലത്തെ ബ്രേക്ക് കൂടിയാൽ സഹിക്കാൻ വയ്യാതെ. ഗൈസ്, അവിടെ ഞാൻ കിടന്നത്. അതെൻ്റെ ബാഗ്, കുപ്പി, സാധനങ്ങളൊക്കെ അവിടെയാണ് ഞാൻ കിടന്നത്. ആ ഗുഹ. അയ്യോ. അപ്പോൾ ഗായ്സ്, നമ്മൾ എഗ്മോർ എത്തി ഇറങ്ങുവാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ എഗ്മോർ എത്തി. അറ്റ് ലാസ്റ്റ് ട്രെയിൻ നല്ല ഡിലേ ആയി. ഏകദേശം ഒരു എത്ര മണിക്കൂർ ഡിലേ ആയി? 1.5 മണിക്കൂർ ഡിലേ ആയി. 12 മണിയാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ഏകദേശം 1:30 നമ്മൾ എക്സിറ്റ് തപ്പുവാണ്. എക്സിറ്റ് അടക്കുക. എക്സിറ്റ് നമുക്ക് കണ്ടുപിടിക്കാറുണ്ടേ. എക്സിറ്റ് തപ്പി പിടിച്ചു. ഇനി എക്സിറ്റ് ഇറങ്ങിയിട്ട് കാണാം. റെയിൽവേക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയുന്നില്ല. എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ഡിലേ ആക്കിയെന്ന് വെച്ചാൽ 1.5 മണിക്കൂർ ഡിലേ ആക്കി. നല്ല വഴിയാണ് തന്നെ. അതേപോലെ തന്നെ അകത്തെ ഫുഡൊന്നും വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ഞാൻ അതൊന്നും മേടിച്ചതില്ല. അത് ഒരു ഡ്രിങ്ക്സ് മേടിക്കാൻ വിചാരിച്ചാൽ അതും പിന്നെ വേണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ ആ ഒരു ഹൈക്കിങ് കണ്ടിട്ട് പിന്നെ അങ്ങനെ എസ്കലേറ്ററൊക്കെ വന്ന് ഇറങ്ങി. അപ്പം ഇനിയിപ്പം ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ കാണുന്നത് സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ നല്ല വെയിലുണ്ട്. ഉച്ചയായി. ഒരു 1:30 1:30 സംതിങ് ആയി. 1:35 അപ്പോൾ ഇനിയിപ്പം വണ്ടി ഒരു ഉബർ പിടിക്കുക, നേരെ പോവാന്നുള്ളതാണ്. നേരെ ഗോയിത്തെ പോവുക. ഗോയിത്തെ സെൻ്റർ കണ്ടുപിടിച്ചത് അതിൻ്റെ അടുത്തൊരു അപ്പാർട്ട്മെൻറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേ ആക്കാനുള്ള ഇതാണ്. അപ്പോൾ ഇങ്ങനെ വണ്ടി ഉണ്ട് കേട്ടോ. വേണ്ടവർക്കൊക്കെ ഇതിനകത്ത് പോവാം. നമുക്കിനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആഡംബരവും എന്തിനും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഏകദേശം 4.5 കിലോമീറ്റർ എഗ്മോർ ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊരു ഓട്ടോ സെറ്റാക്കി. കാര്യം ഊബർ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. വിളിക്കാൻ നോക്കിയിട്ട് ഡിലേ ആവുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓട്ടോ സെറ്റാക്കി. ഞങ്ങൾക്ക് അതായത് 150 പറയാൻ ഞങ്ങൾ 120 സെറ്റാക്കി. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നേരത്തെ ഇറങ്ങാൻ നോക്കുക. എക്സാമിനാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്ന സ്ഥലം അടുത്തെങ്ങനെ എടുക്കാൻ നോക്കുക. ഗോയിത്തെ കേട്ടോ. നമ്മൾ ഗോയിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ചോദിച്ചിട്ട് നമ്മൾ റൂമിലോട്ട് പോവുക. ഇതാ ഗോയിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്. വന്നിറങ്ങി. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കട്ടെ, എന്നിട്ട് നേരെ റൂമിലോട്ട് പോകാം. റൂമിൽ ചെന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അവിടെ സെക്യൂരിറ്റി മാമിനോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. തമിഴ് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബബ്ബ് പഠിച്ചാലും കാര്യം ഒപ്പിച്ച്. അപ്പോൾ ഇവിടെ അടുത്ത് സ്റ്റേ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കുറേ ദൂരം പോകണ്ട. കാര്യം രാവിലെ നല്ല ട്രാഫിക് ആയതുകൊണ്ട്. അപ്പം പുള്ളിക്കാരനോടൊന്ന് ചോദിക്കുക. ആദ്യം ഇവിടെ വരുന്നവർ ആദ്യം ഇവിടെ ഗോയിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് ചോദിക്കുക. സെക്യൂരിറ്റി ചോദിച്ചാൽ മതി, പുള്ളിക്കാരൻ പറഞ്ഞു തരും. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ ഇങ്ങ പക്കത്ത് വരും ഗേറ്റ്. ഇവിടെ അടുത്തവിടെ ഗേറ്റ് ഉണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ അവിടെ പോയി ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. വീണ്ടും പണി കിട്ടി. അവിടെ റൂമില്ല. അപ്പോൾ ഇനി വേറെ എവിടെയും നോക്കണം. അടുത്ത എവിടെയും എന്തായാലും നോക്കുന്നുള്ളൂ, ദൂരോട്ട് നോക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരാനുണ്ട്. പുള്ളിക്കാരൻ വയനാട്ടിൽ നിന്ന് വരുന്നേ ഉള്ളൂ. അവിടെ നിന്ന് ട്രെയിൻ കയറേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം വരുമെന്നാണ് പറയാൻ. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, ഇവിടെ വരുമ്പോൾ ഒരു ഫോട്ടോ കൈ വെച്ചേക്കണം. മറ്റേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഹാൾ ടിക്കറ്റ്, പാസ്പോർട്ട്. ഇത് നിർബന്ധമായിട്ട് കൊണ്ടുവരണം. കിടക്കുന്ന സാധനം കണ്ടു ഗൈസ്. ഏതാ? അപ്പോൾ ഇതാണ് ഹാൾ ടിക്കറ്റിൻ്റെ ഫോമാറ്റ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഫോട്ടോ വേണം. ഫോട്ടോ ഇല്ലെങ്കിൽ കയറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. ഏതാ? അപ്പം ഫോട്ടോ എടുക്കണം. ഇനിയിപ്പം കാര്യം
ഫോട്ടോ ഞാൻ കൊണ്ടുവന്നില്ല. ആ കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേ അറിഞ്ഞ. അപ്പോൾ പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങണം. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ മാക്സിമം ഫോട്ടോ ഒക്കെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുണ്ടെങ്കിൽ പണി കിട്ടും. ഇതേപോലെ ഫോട്ടോ എടുക്കുക. ഇനിയിപ്പോൾ വേറെ എവിടെയും തപ്പിയെടുക്കണം. സെക്യൂരിറ്റി അങ്ങനെ പറഞ്ഞ് ഒരു സ്ഥലം പറഞ്ഞു തന്നു. ഇനിയിപ്പം അവിടെ പോയി നോക്കാം. ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളാണ്ട് ഊബർ പിടിച്ചു. അവിടെ പോയിട്ട് നേരെ നമുക്ക് ഇനി റൂമിൽ പോയിട്ട് ഈ ബാഗ് ഒന്ന് നോക്കണം. ബാഗ് ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഇനി ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാൻ പോകണം. ഫോട്ടോ എടുക്കാൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പോകണം. കഴിക്കാന്നതിന് കൂടെ ഫോട്ടോ എടുക്കാൻ പോകണം. ഞാൻ റൂം നോക്കി വെച്ചിട്ടുണ്ട്. അന്നാസലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ട് പോകൊണ്ടിരിക്കും. നമ്മളാണ്ട് റൂം കാണാൻ വന്നേക്കുവാണ്. റൂം നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. മല്ലിക റെസിഡൻസി എന്ന് പറഞ്ഞാൽ അടുത്ത കേട്ടോ. ഓക്കെ, അപ്പം റൂമിൻ്റെ അടുത്തോട്ട് പോട്ട് തട്ടിക്കൊണ്ട് പോകുന്ന സെറ്റപ്പാന്ന് തോന്നുന്നു. എന്തുവാന്ന് പറയുന്നത്, ഭയങ്കര ഇരുട്ടൊക്കെയാ ലിഫ്റ്റ്. 4ാമത്തെ നിലയില്ല കേട്ടോ നമുക്ക്. ഓക്കെ, 4th ഫ്ലോർ. 418 അല്ലേ പറയാം? എത്ര പറഞ്ഞേ? 418 സംതിങ്. അപ്പോൾ എന്തായാലും റൂം കണ്ടുപിടിക്കട്ടെ. റൂം കണ്ടുപിടിച്ചിട്ട് എടുത്തില്ല. റൂം കണ്ടുപിടിച്ചിട്ട് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. 424 കണ്ടുപിടിക്കട്ടെ. എന്തായാലും റൂം ഇതാണ്. ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. താഴെ പേ ചെയ്തിട്ട് വരാൻ പറഞ്ഞ്. അപ്പം പേ ചെയ്തിട്ട് വരാം. കുഴപ്പമില്ല, 3 പേർക്ക് കിടക്കാനുണ്ട്. എന്തായാലും പോയി പേ ചെയ്തിട്ട് വരാം. ഞങ്ങൾ അതിൻ്റെ റൂമിൽ വന്ന് എല്ലാം നീറ്റാക്കി അവരെ വൃത്തിയാക്കിയിട്ട് പോയി. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒന്നും കഴിച്ചില്ല ഇന്ന് വലുതായിട്ട്. ഇന്ന് ആകെ കഴിച്ച് കുറച്ച് ക്രീം ബണ്ണും അത് ഇതൊക്കെയാണ്. അപ്പം ഒരു TV ഉണ്ട്, AC ഉണ്ട്. അതിന് എൻ്റെ വാപ്പാടെ വഴക്കമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഇത് ഓണാക്കിയപ്പം ഓട്ടോറിക്ഷ ഓണാക്കാൻ സ്ഥലമായിരുന്നു. അന്നാസലൈ. അപ്പം അന്നാസലൈന്ന സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്നത്. ഇത് വർക്കായി തുടങ്ങി. ഇതെങ്ങനെ ഓഫ് ചെയ്യുന്നേ? അത് ഓഫ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. അപ്പം ഇതെന്ന് പറയുമ്പോൾ കീ എടുക്കുമ്പം ഇത് ഓഫാവും, ഇത് ഇടുമ്പോൾ ഓണാവും. അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വൈകുന്നേരം ഫോട്ടോ എടുക്കാൻ പോകണം. മറ്റേ ഫോട്ടോ എടുത്തില്ല, ആ ഫോട്ടോ ഇനിയിപ്പോൾ എടുക്കാൻ പോകണം. അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ചായിരുന്നു പറഞ്ഞാൽ ട്രെയിൻ നല്ല ഡിലേ ആയിരുന്നു കേട്ടോ. ട്രെയിൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അതേപോലെ ഉറക്കം ശരിയായില്ല. ഉറക്കം ഭയങ്കര സീനായിരുന്നു. അയ്യോ, അവിടെ ഈ ട്രെയിനകത്ത് കിടക്കുമ്പം വൈബ്രേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ എന്താ അറിയത്തില്ല. ഞാൻ ഇത് ഇത്ര നാൾ പോയിട്ട് ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ഇത് അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് പിടിക്കും, ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇതായിരുന്നു, ഇറിറ്റേഷൻ ആയിരുന്നു. ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ അതേപോലെ നല്ല ഡിലേ ആയിരുന്നു, നല്ല ലേറ്റായി. കുറേ അടുത്ത് പിടിച്ചിട്ട് വണ്ടി അങ്ങനെ ഡിലേ ആയി. ഇപ്പം ഏകദേശം 4 മണിയാറായി. 3:30-4 മണിയാറായി. ഇനിയിപ്പോൾ സാധനം മേടിക്കാൻ പോവാം. കുറച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്, ആഹാരം കഴിക്കാൻ മേടിക്കണം. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം വരും. ഒരു 4 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും അമ്മ വരും. 4-4:30 ആകുമ്പോൾ അമ്മ വരും. അപ്പം അവൻ വരുമ്പോഴത്തേക്കും ഞങ്ങൾ മിക്കവാറും പുറത്തായിരിക്കും. അതുകൊണ്ട് അവൻ വന്നിട്ട് താഴെ റിസപ്ഷനിൽ താക്കോൽ കൊടുത്തിട്ട് പോകാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അവൻ വന്നിട്ട് ബാക്കി അവൻ സെറ്റ് ചെയ്തോളൂ. റൂമൊക്കെ കണ്ടുപോയി റൂമിൻ്റെ നമ്പർ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനിയിപ്പം വൈകുന്നേരം ഇറങ്ങുന്നത് വ്ളോഗ് എടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ മിക്കവാറും ഇന്നത്തെ വ്ളോഗ് ഇത്ര കാണത്തുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. പിന്നെ നാളെ എക്സാമിൻ്റെ ദിവസമല്ലേ, നാളെ വ്ളോഗ് എടുക്കാം. നാളെ പക്ഷേ വലുതായിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഫോൺ നമ്മൾ ലോക്കർ റൂമിൽ വെച്ചിട്ട് വേണം പോകാം. അപ്പം എക്സാമിന് പോകുമ്പോൾ എടുക്കാം, അത് കഴിഞ്ഞ് ഇറങ്ങി എടുക്കാം. എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ പറയാം. നല്ല ടയർഡാണ്. അതാ ഒന്നാമത് ഒരുമാതിരി ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ഭയങ്കര സീനാണ്. അതുകൊണ്ടാണ് പിന്നെ എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല, ഒന്നും മൈൻഡ് വരുന്നില്ല. ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. അപ്പം എന്തായാലും കഴിച്ചിട്ട് കിടന്നുറങ്ങാന്നുള്ള പ്ലാനാണ്. കുറച്ച് പഠിക്കാനുണ്ട്, അത് പഠിക്കുക, കിടന്നുറങ്ങുക എന്നുള്ള പ്ലാനാണ്. അപ്പം എന്തായാലും പുറത്തോട്ട് വന്നത് കാണിക്കട്ടോ. കഴിക്കാൻ പോവുക, അവനും മേടിക്കണം. അപ്പം റൂമൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലിഫ്റ്റ് നേരെ താഴെ പോവുക. ഇനി ഒരു ഫോട്ടോ സ്റ്റുഡിയോ തപ്പുക, എൻ്റെ ഫോട്ടോ എടുക്കാൻ പോകണം. അപ്പോൾ
ഇപ്പോൾ ഗൂഗിളിൽ ഒരു ഫോട്ടോ സ്റ്റുഡിയോ കണ്ട്, അതാണെങ്കിൽ ഇവിടുന്ന് 1.3 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെന്നൈ നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഡിജിറ്റൽ അവിടെ അങ്ങോട്ട് പോകണം. ഗൈസ് നമ്മൾ പോയ വഴി തെറ്റി, വീണ്ടും തിരിച്ചു പോവാം. നമ്മൾ വന്ന വഴി കൂടെ തന്നെയായിരുന്നു പോകേണ്ടത്. നനച്ച വഴി പോയി കിട്ടിയ വഴി പോവാം. അതെ, അപ്പോൾ ഇനി അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. എൻ്റെ പൊന്നടിയാ നല്ല വെയിൽ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ എന്നുവെച്ചാൽ എല്ലാം ഊട് വഴിയാണ്. നല്ല തിരക്കുണ്ട്, വൈകുന്നേരം ആയാൽ നല്ല തിരക്കാണ്. ഇവിടെ ഉള്ളവരൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരുമാതിരിയാണ്. വണ്ടി ഓട്ടോയ്ക്കാതിരുന്ന ഇവിടെ ഉള്ള ഹെൽമെറ്റ് ഒന്നും ഇടത്തില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് പേര് ഹെൽമെറ്റ് എടുത്തുള്ളൂ. അതേപോലെ ഇത് ഇവിടുത്തെ തിയേറ്റർ കേട്ടോ, തിയേറ്ററാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി തെറ്റുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലേ കൂടെ വേണം പോവാൻ. ഭയങ്കര തിരക്കാണ് വൈകുന്നേരം നമുക്ക്. അതുകൊണ്ട് ഞാൻ ഇത് ഉബറും ബുക്ക് ചെയ്യാം. നമ്മൾ ഉബർ ബുക്ക് ചെയ്തിട്ടും കാര്യമില്ല, ഭയങ്കര തിരക്കായതുകൊണ്ട് അവർ വരാൻ താമസിക്കും. നമ്മൾ ഏതൊക്കെ ഊട് വഴി കൂടെ കയറി പോകുന്നുണ്ട്. ഇന്ന് രാവിലെ വരെ എന്തായാലും നല്ല പ്രശ്നം മാത്രമേ ഉള്ളൂ. ആദ്യം പോയിട്ട് അവിടെ പോയി, അവിടെ റൂം നോക്കി, അവിടെ കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് അവിടെ വന്നപ്പോൾ ഫോട്ടോ ആണോ പറഞ്ഞു, ഇനി ഫോട്ടോ എടുക്കാൻ പോവാം. അത് കഴിഞ്ഞപ്പം ഇവിടെ തിരിച്ച് ഉബർ നോക്കി, ഉബർ കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ നടക്കുക. എന്ത് പറയാനാ, എന്തായാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താലേ അതിൻ്റെ ഒരു വൈബാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു രസം മനസ്സിലാവത്തുള്ളൂ. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഇവിടെ നല്ല വെയിലാണ്. ഇവിടെ അപ്പുറത്തെന്തോ കൺസ്ട്രക്ഷൻ നടക്കുക. ഇല്ല, ഇവിടുന്ന് കുറച്ച് പോയാൽ മതി. ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത് ഇവിടെ വണ്ടികൾക്കൊന്നും അങ്ങനെ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല. അതെന്താണെന്ന് അറിയത്തില്ല. അവിടെ വരുന്ന വണ്ടിക്കൊക്കെ നമ്പർ പ്ലേറ്റ് ഒന്നും അങ്ങനെ എല്ലാവരും ഞാൻ കണ്ടില്ല. ഇനി ഇവിടെ നിയമം അങ്ങനെ ആയിരിക്കും ചിലപ്പം. അത് മതിയായിരിക്കാം, അറിയത്തില്ല എന്താ. ഷാഹിൻ എന്നെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് കേട്ടോ. വഴി ഗൂഗിൾ മാപ്പ് നോക്കിയാൽ പോണേ. വാക്കിൻ്റെ നടക്കുന്നതിൻ്റെ ചെയ്തിട്ടേക്കുന്നത്, വണ്ടി പോകുന്നതിൻ്റെ അല്ല. അതുകൊണ്ട് ഞങ്ങൾ ഊട് വഴി കൂടെ ഒക്കെ പോകണം. കറക്റ്റ് എത്തുമായിരിക്കും. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ. എല്ലാം ഒരു അടുപ്പിച്ചടുപ്പിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ രസമുണ്ട്. നല്ല ക്ലൈമറ്റാണ്, വലിയ ചൂടൊന്നുമില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തമിഴ്നാട്ടിൽ ഭയങ്കര ഇതാണ് അതാണെന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ ഇതായിട്ട് തോന്നുന്നില്ല. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. നല്ല ക്ലൈമറ്റുമാണ്. നല്ല മറ്റേ ബാഡ് സ്മെല്ലൊന്നുമില്ല. നല്ല പരിപാടിയാണ്. അപ്പോൾ ഉള്ള പോലെ പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം പിന്നെ ഞാൻ കണ്ടിട്ടെല്ലാം നല്ല രസമാണ്. കണ്ടേ ഒരു ഇത്ര നാൾ നമ്മളിങ്ങനെ കേരളത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മളിങ്ങനെ ഇറങ്ങി നടന്നിട്ടില്ലല്ലോ തമിഴ്നാട്ടിൽ കൂടെ. അപ്പം ചെന്നൈ, അപ്പം നല്ല രസമാണ് കണ്ട്. ഇതേപോലത്തെ വീടൊക്കെ ഇവിടെ വലിയ വലിയ വീടെന്ന് വെച്ചാൽ വീടിൻ്റെ ഇവർ നിലയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാ വീടിനും ഏകദേശം 3 നില 4 നില ആണ്ടുണ്ടോ, 3 നിലയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊന്നും ഇതില്ല, വിട്ടില്ല. ബട്ട് നല്ല ഹൈറ്റിലാണ് പണിഞ്ഞേക്കുന്നത്. കണ്ടുപിടിച്ചു, ഇതാണ് നമുക്ക് പോകാനുള്ള കേട്ടോ. ഇനിയിപ്പം ഇവിടെ കയറി ഫോട്ടോ എടുത്തിട്ട് വരാം. ചോദിച്ചു നോക്കട്ടെ. വന്നേടെ കൊള്ളാട്ടോ. ഈ പുള്ളിക്കാരൻ ഇതൊക്കെ എടുത്തിട്ടുള്ള കേട്ടോ. അതുകൊണ്ട് നല്ല ഏകദേശം മറ്റേ വിജയ് എല്ലാവരും ഉണ്ടല്ലേ. ധനുഷ്, സൂര്യ, രജനീകാന്ത് സാറുണ്ട്, എല്ലാവരും ഉണ്ട്. ഏകദേശം എല്ലാവരുടെയും ഫോട്ടോ ഇതിനകത്ത് ഈ പുള്ളിക്കാരൻ എടുത്താൻ തോന്നുന്നു. ചോദിച്ചില്ല, ആണ് പരിപാടി. കൊള്ളാം, രസമുണ്ട്. ചെറിയ കട കേട്ടോ. ഞാൻ ചോദിച്ചു ചെറിയ കടയെന്ന് ചോദിച്ചാൽ ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പം ഇതേ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ വെച്ചേക്കുന്നത്. ഞാൻ ഇത് ആദ്യം കണ്ട ഇതാണ് ഈ പുള്ളിക്കാരൻ ഇവിടെയാ. അതേ ഞാൻ ശ്രദ്ധിച്ച വിജയൊക്കെ ഇരിക്കുന്നത്. അതേ ഞാൻ ബാക്കി എല്ലാവരെയും കണ്ടത്. കൊള്ളാം, രസമുണ്ട്. ഗൈസ് അങ്ങനെ ഇത് ഫോട്ടോ കിട്ടി. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോവാം. ഇവിടുന്ന് ഇനിയും കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഒരു കോപ്പി എടുക്കാനുണ്ട്. അതിന് സ്ഥലം കണ്ടുപിടിക്കണം. അതുവരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. തിരിച്ചു പോകാൻ നമ്മൾ വേറെ റൂട്ട് എടുത്തത്. ഇവിടുത്തെ വഴി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കണക്റ്റഡാണ്. ഏതിലേക്കൂടെ പോയാലും നമുക്ക് പോകേണ്ടത് എന്ന് എത്തും. അതുകൊണ്ട് നമ്മൾ വേറൊരു വഴി കൂടെ പോകുന്നത്.
വണ്ടി ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണ്ട് ഇപ്പം വണ്ടി അവിടെ ഉണ്ട് തോന്നുന്നു. അതുകൊണ്ടോ വഴിയിൽ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞ വണ്ടിയിൽ ഇങ്ങനെ പൊളിച്ചിട്ടേക്കും. സ്പ്രിൻ്റ് എടുക്കാതാണ്ട് ഒരു ഗുഹയിൽ കൂടെ കയറി പോവാ. ഇത് ഏത് വഴിയൊന്നും അറിയത്തില്ലല്ലോ. എന്തായാലും നോക്കട്ടെ. കോപ്പി എടുക്കില്ല ഗൈസ്. ഇവിടെ തിരിച്ചിറങ്ങിപ്പോവാ. ഓ ഗൈസ്, അതുണ്ടോ എന്തോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു മ്യൂസിയം കണ്ട കൊള്ളാം സാധനം. എൻ്റെ പൊന്നണിയ, ഒരു പ്രിൻ്റ് എടുക്കാൻ എവിടം വരെയൊക്കെ പോകണമെന്ന് അറിയാവോ? അക്യൂറി ഇല്ല ഇത്. എടേ ഒരു ഗുഹയ്ക്കത്രേ. എന്ത് ഞാൻ ഇതും തപ്പി വന്നെയാ, അടച്ചിട്ടേക്കുക. എന്തോ ചെയ്യാനാ പറ. സിനിമയുടെ എന്തോ പരിപാടി വന്നത്, പ്രീ റിലീസ് കണ്ട. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ രാത്രിയായി, ഞാൻ ഒരു കോപ്പി എടുക്കാൻ വേണ്ടി പോയിരുന്നേ. ഇനിയിപ്പം സ്വിഗ്ഗിയിൽ വല്ലതും ഓർഡർ ചെയ്യണം. കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. സക്സസ്ഫുള്ളി പറ്റിക്കപ്പെട്ടു ഗൈസ്. 20 രൂപയ്ക്ക് 10 രൂപയുടെ സാധനം തന്നു സ്വിഗ്ഗി.